പുതിയ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സൺഡേ നമ്മുടെ എന്നത്തെയും പോലത്തെ ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഞാൻ എനിക്ക് വന്നിട്ടുള്ളൂ. എന്നിട്ട് ഇനി എനിക്ക് ബ്രഷ് ചെയ്യണം ഒക്കെ വേണം. അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്ത് വെച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ 7 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വന്നപ്പോൾ എപ്പോഴും സൗണ്ട് പോയിട്ടാണ് എനിക്ക് വരാറ് കേട്ടോ. അപ്പോൾ എനിട്ടിട്ടുണ്ട് 7 മണിക്കാണ് എനിക്ക് വെക്കണം. വിൻഷാട്ടിനും തേച്ചു ആരും എനിട്ടിട്ടില്ല. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തുറന്ന് അതുകൂടെയൊക്കെ നടന്നിട്ട് ഞാൻ പല്ലേച്ച് ഒക്കെ വരാം. എന്നിട്ട് അടിച്ച് തുടച്ച് കുളിച്ചിട്ട് നേരെ കിച്ചണിൽ കയറും. എന്നത്തെയും പോലത്തെ കാര്യങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ അവർക്കൊന്ന് അവിടെ അമ്പലത്തിൽ എന്താ പറയുക ശ്ലോകം ചെല്ലൊക്കില്ല, അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ വേഗം തന്നെ കർട്ടനൊക്കെ നീക്കി ഒന്ന് ഉള്ളിക്ക് കുറച്ച് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ അകത്തേക്ക് വെളിച്ചം കിട്ടും, കാരണം ആ കോണിയുടെ അവിടെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ അല്ലേ, അപ്പോൾ അതുകൊണ്ട് വെളിച്ചം കിട്ടും. പക്ഷേ ഈ കർട്ടൻസും കൂടി ഒന്ന് മാറ്റിയാൽ നല്ലൊരു വെളിച്ചം കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നീക്കിയിടുന്നത്. ആദ്യം ഞാനിങ്ങനെ നീക്കിയിട്ടിടുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അതേ കുറേ നേരം കുറച്ച് നേരം അവിടെ ഇരുന്നു, പിന്നെ ഒന്ന് കിടന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്, ഒരു വെയ്യായിക ഫീൽ ചെയ്യുന്നുണ്ട്, മേലും കൈ ആകെ ഒരു സുഖല്യായിക തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിലും കൂടി ഞാൻ അതേ എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഉമ്മറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് മെയിനായിട്ട് അമ്പലത്തിൽ ശ്ലോകം ചെല്ലണമെന്ന് ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ മൂടി പിടിച്ചിരിക്കാൻ തോന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ ഉമ്മറത്ത് വന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴേക്ക് സത്യം പറഞ്ഞ ഒരു വയ്യായിക എന്തൊക്കെയോ അങ്ങനെ ഒരു പനിയുടെ ലക്ഷണവും ഒക്കെ കൂടി തോന്നുന്നുണ്ട്. എന്നാൽ പനിക്കണില്ല ഇനിയും, പക്ഷെ ഭയങ്കര ക്ഷീണം തോന്നുക, അങ്ങനെ എടുക്കാൻ തന്നെ തോന്നുക, അങ്ങനെയൊക്കെ കടന്നു കിട്ടുക. അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. പക്ഷെ ഇന്ന് ഞാൻ മിറ്റൊന്നും അടിച്ചില്ല കേട്ടോ, കാരണം മിറ്റടിക്കണം എന്നുണ്ട്, പക്ഷെ മിറ്റടിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് വെറുതെ ഒന്ന് മുറ്റത്ത് കൂടെ ഒന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ നടന്നു. പിന്നെ എന്തെങ്കിലും ചില്ലറ ഇലകളൊക്കെ എടുക്കണുള്ളൂ വെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും പല്ലേച്ച് ഒന്ന് ഫ്രഷായിട്ട് വരാം കേട്ടോ. വന്നിട്ട് ഒന്ന് അടിച്ചൊരു തുടയ്ക്കുക. പിന്നെ എന്തായാലും ഞാൻ ബാത്റൂമിലൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് വരാം. അപ്പം അങ്ങനെ സൗണ്ട് ശരിയായി വരുന്നത്, അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടാ. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് നമുക്ക് അടിച്ചൊരു തുടച്ചിട്ട് വേണ്ടി കിച്ചണിൽ കയറാട്ടോ. അപ്പോൾ കുളത്തിട്ട് വരണം. മിനിഷാട്ട് പണിക്കുമ്പോൾ നേരം എടുക്കും. ഇപ്പം ഞാൻ ഇവിടെയൊക്കെ നടന്ന് വർത്താനം പറഞ്ഞിട്ട് തന്നെ 7:15 ആയിട്ടുണ്ട് കേട്ടോ. 7:30 ആകുമ്പോഴേക്കും വേഗം വരാം. അങ്ങനെ ഇതേ ഞാൻ ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആയതിന് ശേഷം വേഗം അടിച്ചു തുടയ്ക്കാനാണ് നോക്കണത്. ഈ ഒരു പണി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലെ പകുതി പണി കഴിഞ്ഞ പോലെയല്ലേ തോന്നുക. എനിക്ക് അങ്ങനെയാട്ടോ. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളോ. പിന്നെ അതേ ഇതന്നെ അടിക്കൽ തുടക്കൽ ഫുള്ളായിട്ടൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ അതേ വേഗം കുളിച്ച് വന്ന് വിളക്കൊക്കെ കൊളത്തി പിന്നെ നേരെ കിച്ചണിൽ കയറാനാട്ടോ നോക്കണത്. സമയം 8-9 മണിക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. അതിന് കൂടിയൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം അതിൻ്റെ ഇടയിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം കവർ ചെയ്ത് വീഡിയോസൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഒന്നാമത് എല്ലാം കൊണ്ട് ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതേ കാപ്പിക്കായിട്ട് വെച്ച് നമ്മുടെ ശർക്കര കാപ്പിക്കുള്ളത് വെച്ചു. പിന്നെ ഇത് ഞാൻ നൂൽപ്പെട്ടും ഗ്രീൻ പീസ് ഇല്ലേ, ആ കറി ഉണ്ടാക്കാനാട്ടോ നോക്കണത്. ഇത് പച്ച കളറിലാട്ടോ, വെള്ള കളറിലുള്ള കടലില്ലേ, നമ്മുടെ നോർമൽ കടലല്ല, ഗ്രീൻ പീസിന്റെ ഒരു വെള്ള കളറുള്ളത് അതാട്ടോ ഇത്. അപ്പം ഞാൻ സബോള, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, ഉരുളൻകിഴങ്ങ് ഇതൊക്കെ ഞാൻ ഒന്നിച്ച് വേവിക്കാൻ ചെയ്യാറ്. നമ്മുടെ മറ്റേ കടലക്കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ കടലയും അതുപോലെ തന്നെ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടിട്ട് ഒന്നിച്ച് വേവിച്ചെടുക്കുകയായിട്ട് ചെയ്യുക. ഒരു 3 വിസിലൊക്കെ ആയിട്ട് ഞാൻ അടുപ്പിക്കാറുള്ളൂ. പിന്നെ ഒരു 10 നമ്മുടെ പണി കഴിയാനനുസരിച്ചിട്ടാവും ഞാൻ ആ വിസിൽ കളഞ്ഞിട്ട് കുക്കർ തുറക്കത് വരെ അതിനുള്ളിൽ കിടന്ന് ഇങ്ങനെ വേവിട്ടാ. പിന്നെ ഞാൻ വേഗത നൂൽപ്പെട്ടിനുള്ള മാവ് കുഴയ്ക്കാനായിട്ടാണ് നോക്കണത്. നല്ല തിളച്ച ചൂടുവെള്ളമായിട്ട് ഞാൻ എടുക്കാറ്. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കും, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് ആ ചൂട് വിട്ടതിന് ശേഷം ഞാൻ കൈ കൊണ്ട് മാവ് തൊടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കൈൻ്റെ പണിക്കുറ്റി തീരും. അപ്പം ഞാൻ വേഗം അതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സാക്കി ചൂടാറാൻ വെക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിത് കുറച്ച് കാപ്പി എടുത്ത് കുടിച്ചു, ശർക്കര കാപ്പി. ഞാൻ എന്തൊക്കെയോ ഒരു സുഖക്കേട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കാപ്പി കുടിച്ചപ്പോൾ കുറച്ച് സുഖമുണ്ട് കേട്ടോ തൊണ്ടയ്ക്ക്. ചെറിയ തൊണ്ടവേനയും ഒക്കെ ചെറുതായിട്ട് മാത്രട്ടേക്ക് എന്ത് കേട് വരുമ്പോഴും ചെറുതായിട്ടാണൊന്ന് വരണത്, അതന്നെ സമാധാനം. പിന്നെ ഞാൻ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഇതേ തേങ്ങ ചിരകിയിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചെറിയ ജീരകവും തേങ്ങയും കൂടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയായിട്ട് ചെയ്യുക. ഇത് നമ്മുടെ കറിയിലേക്കാണ് കേട്ടോ. പിന്നെ അതേ ചൂടൊക്കെ വിട്ടതിന് ഈ ഒരു നേരം കൊണ്ട് ചൂട് വിടുമല്ലോ, ചൂട് വിട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷമാണ് ഞാൻ അച്ചിൽ നിറച്ചിട്ട് വേവിക്കാൻ വെക്കുള്ളൂ കേട്ടോ. പിന്നെ അതേ നമ്മുടെ കുക്കറൊക്കെ തുറന്ന് നന്നായി ഉരുളൻകിഴങ്ങും അത് മസാലയൊക്കെ ഇങ്ങനെ കയ്യിലോണ്ടൊന്ന് കുത്തിയൊന്ന് ഉടച്ചു കൊടുക്കൂട്ടാ. എന്നിട്ട് ഞാൻ നമ്മുടെ തേങ്ങ അരച്ചതില്ലേ അത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചിക്കൻ മസാലയുടെ പൊടിയായിട്ട് ഞാൻ ഇടുന്നത്, ഒരു ശകലം മാത്രം. എന്നിട്ട് ഉപ്പും കൂടി നോക്കിയിട്ട്
ഉപ്പ് കുറവോ കൂടുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാവിലെ എനിക്ക് വന്നപ്പോൾ വിൻഷേട്ടൻ പറഞ്ഞ ന്യൂസ് ഇതായിരുന്നു, തേജുവിന് ചെറുതായി പനിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്, ഈ ചെറിയ ചൂടുണ്ട്, അവൻ കിടന്നിങ്ങനെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറയുന്നുണ്ട്. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ചെറിയൊരു പനി അവനുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി എന്തിൻ്റെയൊക്കെയോ ഒരു സ്റ്റാർട്ടിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാ. പിന്നെ ചായക്ക് നൂൽപ്പെട്ടും നമ്മുടെ മസാലക്കറിയൊക്കെ റെഡിയാക്കിയിട്ട് ചായ കുടിക്കായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം വിൻഷേട്ടൻ വേഗം കഴിച്ചു. ഇവനാണെങ്കിൽ തീരെ വെയ്യാത്ത പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, വിളിച്ചാൽ എനിക്കണില്ല, വെയ്യ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട്, പനിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും അവന്. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും നേരെ എടുത്തിട്ടില്ല. വിൻഷേട്ടൻ ചായ കുടിച്ചു കേട്ടോ, ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഞാൻ വിൻഷേട്ടനോട് ചായ കുടിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പതുക്കെ അവനെ എണിപ്പിച്ച് ഒന്ന് മരുന്ന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പം ഞാൻ കുറേ പറയുന്നുണ്ട്, വായു തേജു എനിക്ക് തേജു പറയുമ്പോൾ എനിക്ക് ആ കൂട്ടാക്കാണ്ട് ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒന്നും രണ്ടും പറഞ്ഞു. അവൻ്റെ വിചാരം ക്ലാസ് ഉണ്ട് എന്നിട്ട് പാവം വിചാരിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണിയ ക്ലാസ് ഒന്നും ഇല്ല, നമുക്ക് മേലൊക്കെ നന്നായി തുടച്ചിട്ട് മരുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞോട്ടെ. അപ്പം അവൻ പറയുന്നുണ്ട് വേണ്ടയ്ക്ക് മേല് കഴുകണം, മൂത്രം ഒഴിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം പിടിച്ച് ചൂടുവെള്ളമൊക്കെ കൊടുന്ന് ഒഴിച്ചിട്ട് തലയൊന്നും നനച്ചു കൊടുത്തില്ല കേട്ടാ, മേലൊക്കെ ഒന്ന് നന്നായി കഴുകി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവന് ക്രീം പരട്ടൊന്നും തോന്നരുത്. ചിലർ പറയും പനിക്കണ കുട്ടിക്ക് തന്നെ ക്രീം പരട്ടി ഇങ്ങനെ ഒരുക്കിയിരുത്തണ് തോന്നും. പക്ഷെ അതൊരു ഇതല്ലേ, നമ്മൾ മേലൊക്കെ കഴുകി കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്രീം പരട്ടി കൊടുത്തത്. പിന്നെ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മരുന്ന് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. അവന് പനി വന്ന അവന് പേടി, മരുന്ന് കഴിക്കാൻ നല്ല മടിയാണ്, അവന് ഛർദ്ദിക്കുമോ എന്നുള്ള പേടിയാണ് അവന് കേട്ടോ. അപ്പം ഞാനൊന്ന് മുഖമൊക്കെ ഒന്ന് തുടച്ച് കഴുകി വൃത്തിയാക്കി ഒന്ന് മുടിയൊക്കെ ചീകി ഒതുക്കി കൊടുത്തു. പനിയാന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവിടെ അങ്ങനെ കൂറ പിടിച്ചിടാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഹൈജീനിക്ക് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പം അവനൊന്ന് ടവലൊക്കെ കൊടുത്തു മൂക്ക് തുടയ്ക്കാനൊക്കെ ഉള്ളത്. പിന്നെ ഇത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കുട്ടി അങ്ങനെ ചെന്ന ദൈവത്തിനോടൊക്കെ പരിഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വേഗം അവന് കഞ്ഞി കൊടുത്തു. വിൻഷേട്ടനും പറഞ്ഞു നീ ഇത് കൊടുക്കേണ്ട, കഞ്ഞി എന്തെങ്കിലും കൊടുത്തോ എന്ന് പറഞ്ഞിട്ട്. എന്തോ ഭാഗ്യത്തിന് ഞാൻ അപ്പുറത്തെ ഗ്യാസും ഒപ്പം ചോറിൻ്റെ പണിയും കൂടി നോക്കിയോണ്ട് കഞ്ഞിയായി, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ. അങ്ങനെ കഞ്ഞിയും നമ്മുടെ കടുമാങ്ങച്ചാറും കൂടി കൊടുത്തു. പിന്നെ ഇവിടെ കാണുന്നത് ഒരു യുദ്ധക്കളാണ് കേട്ടോ, മരുന്ന് കൊടുക്കാനുള്ളത്, പനിയുടെ മരുന്നാട്ടോ കൊടുക്കണത്. മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി മടി, ഇവൻ്റെ ഈ ഒരു കാട്ടിൽ കാരണമാണ് എനിക്ക് പോലും മരുന്ന് കൊടുക്കാൻ ഭ്രാന്ത് കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഞാൻ ആ മരുന്നും പാത്രം കഴുകി വെക്കാൻ പോയ ആ നേരം കൊണ്ട് ഛർദ്ദിക്കൽ കഴിഞ്ഞു ഇവിടെ. ഇതാണ് അവൻ്റെ പ്രശ്നം, മരുന്ന് കൊടുത്തവ അപ്പം ഛർദ്ദിക്കും. പിന്നെ എനിക്ക് കൂടുതലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് നമ്മുടെ മൂസിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോഗ്രാഫർ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ആ നേരത്തെ തന്നെ വിൻഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പം അമ്മ സച്ചുവിനെയും തേജുവിനെയും കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് നിവേദിന്റെ വീട്ടിൽ കേട്ടോ. നിവേദനും സച്ചുക്ക് ഒരു ക്ലാസ്സിലാണ്, അങ്ങോട്ട് വർത്താനൊക്കെ പറയാൻ പോയിണ്ടായിരുന്നു. മൂസിച്ചേട്ടനാണെങ്കിൽ ചെറിയൊരു പരസ്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും പോയി. പിന്നെ ഉച്ചത്തെ വീഡിയോസ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കുറേ നേരം അവരെല്ലാവരും വർത്താനം പറഞ്ഞു, അങ്ങനെയൊക്കെ പോവായിട്ട് ചെയ്തു. പിന്നെ മെയിനായിട്ട് എനിക്ക് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. 3 മണി എങ്ങാണ്ടാവുമ്പോഴാണ് നമ്മൾ ഉച്ചത്തെ ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നത്. മുളക് വറുത്തതുണ്ടായിരുന്നു, കേബേജ് ഉപ്പേരി ഞാൻ വെച്ചു, രാവിലത്തെ മസാലക്കറി ഉണ്ടായിരുന്നു, പിന്നെ തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, ഓംലേറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഇവർ പോകുമ്പോൾ തന്നെ ഏകദേശം 1 മണിക്ക് ആറാകുമ്പോൾ പോയി. ഇത് ഫുഡ് കഴിക്കാനൊന്നും ആരും ഇരുന്നില്ല കേട്ടോ. അവരങ്ങനെ പോയി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഇവരൊക്കെ പോയിട്ടാണ് ഞാൻ പിന്നെ കേബേജ് ഉപ്പേരിയും എല്ലാതും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ വേഗം ഫുഡ് കഴിച്ചു കൂട്ടാ. വൈകിട്ടാണ് ശരിക്കും ഫുഡ് കഴിച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ നേരം നമ്മൾ TV കണ്ടിരിക്കുമ്പോഴാട്ടോ വിൻഷേട്ടൻ പൈനാപ്പിൾ ചെത്തിയാലോ എന്നും പറഞ്ഞിട്ട് പൈനാപ്പിൾ ചെത്തി ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ജ്യൂസ് അടിക്കണ്ട, കാരണം ഒന്നാമത് തൊണ്ടയ്ക്ക് സുഖല്യ തണവുള്ളതാണ്. അപ്പോൾ തേജു ആയാലും കണ്ട വാശി പിടിക്കലുള്ളതുകൊണ്ട് ജ്യൂസൊന്നും അടിക്കേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ നുറുക്കിയിട്ട് ഉപ്പും മുളകൊക്കെ പരട്ടി കഴിക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ പരിപാടികളാട്ടോ ഇപ്പോൾ ചെയ്യണത്. അങ്ങനെ വെറുതെ കുറച്ച് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഒറ്റിച്ചിട്ട് ഇതേ നമ്മൾ എന്താ പറയുക നമ്മുടെ പൈനാപ്പിൾ മുക്കിയിട്ട് കഴിച്ചു കൂട്ടാ. അത് വൈകിട്ട് 5 മണിക്കായിട്ട് കറക്റ്റ് സമയം നോർമല്, കാരണം ഒന്നും നേരത്തല്ല നമ്മൾ ചെയ്തേക്കണത്. പിന്നെ തേജു ഇത് അതൊക്കെ കഴിച്ചിട്ട് നേരെ കിടന്നൂട്ടാ, വന്നിട്ട് കിടന്ന് ഉറങ്ങി, നല്ലൊരു ഉറക്കം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ, അവൻ്റെ മുഖം നോക്കി അറിയുന്നുണ്ടായിരിക്കും നല്ല ക്ഷീണമുണ്ട്. പുറത്തേക്ക് വലിയ പനിയുടെ ഇത് കാട്ടണില്ലെങ്കിലും കൂടിയിട്ട് കുട്ടിക്ക് നല്ല ഉള്ളിൽ ക്ഷീണമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടാ. പിന്നെ നമ്മൾ വേഗം അപ്പം തന്നെ വൈകിട്ട് ഡോക്ടറെ കാണാൻ പോകാനായിട്ടപ്പം നിൽക്കുന്നത്. ഞാൻ വേഗം ചെന്ന് മേലൊക്കെ കഴുകി ബുക്ക് ചെയ്തു കേട്ടോ. നമ്മൾ ഉച്ചത്തേക്ക് തന്നെ അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7:30 അങ്ങാണ്ടോ തോന്നുന്നു ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. കൂട്ടുപാതയായിട്ടാണ് ബുക്ക് ചെയ്തത് ഒരു ക്ലിനിക്കിൽ. അപ്പം ഞങ്ങൾ വേഗം 7:30 അപ്പോൾ 6 മണിക്കാകുമ്പോൾ ഞാൻ വേഗം മേലൊക്കെ കഴുകി വിളക്ക് കൊളുത്തിയിട്ടോ. ഈ ഒരു നേരത്തെ എനിക്ക് വലിയ വയ്യായികൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. രാവിലെ എനിക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ വിളക്ക് കത്തിക്കണ നേരത്തും ആ ഒരു ഉച്ചയ്ക്ക് ശേഷം പൈനാപ്പിളൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. രാവിലത്തെ ആ ഒരു വയ്യായികൊക്കെ പോയ
പോലെ തോന്നിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ എണിച്ചതിൻ്റെ വല്ല കുഴപ്പമായിരിക്കും, നമുക്ക് എണിക്കുമ്പോൾ ചിലപ്പോൾ കുറേ എന്താ വെച്ചാൽ എന്നത്തെയും പോലെ അല്ലല്ലോ, 7 മണി 7:30 ആകുമ്പോഴായിരുന്നു നീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ഉറങ്ങിയ ഒരു ക്ഷീണം തോന്നിയില്ലേ, അങ്ങനെ എന്തെങ്കിലും ആവും എന്നൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മൊത്തം മൂകതയായിരുന്നിട്ട് ഈ ഒരു സമയം. വിൻഷാട്ടത്തെ കളി വെച്ചിട്ട് കളി കാണുന്നുണ്ട്. നമുക്ക് എന്നത്തെയും പോലത്തെ ഒരു ഈവനിങ് വൈബ് ഈ ഒരു സമയത്ത് കിട്ടിയില്ല. സാധാരണ നമ്മൾ ഉമ്മർത്തരിക്കാറ്. പിന്നെ തേജു ഇതേ എനിക്ക് വരുന്നുണ്ട്, എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട്, അമ്മേന്ന് വിളിക്കുന്നുണ്ട്. അവനും അതേട്ടെ ഈ ഒരു സമയത്ത് ഈ ഒരു നേരത്ത് അവൻ്റെ പനിയൊന്ന് വിട്ടിട്ടുണ്ടായിരുന്നു, അവനൊന്ന് ഉഷാറായിണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ പോലെയല്ല, ഈ ഒരു ഉറക്കം കഴിഞ്ഞ് എനിക്കുമ്പോൾ കുട്ടിയൊന്ന് ഓക്കെ ആയിട്ടാണ് എനിക്ക് വരണത്. എന്നിട്ട് അവനിങ്ങനെ എല്ലാവരും നടന്ന് നോക്കുന്നുണ്ട്. പിന്നെ അതേ കുറച്ച് നേരം സോഫയിലൊക്കെ പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ണേ നമുക്ക് ഡോക്ടറെ കാണാൻ പോവാട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുഖഭാവങ്ങൾ നല്ല മാറും. കാരണം അവന് ഡോക്ടറെ കാണാൻ പോവുക, മരുന്ന് കഴിക്കുക, ഇതൊന്നും അവന് ഇഷ്ടമല്ല അവന്. അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അവൻ്റെ മേലൊക്കെ തുടച്ചു കൊടുത്തിട്ടൊന്നും ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഇങ്ങനെ ചിരിച്ച് കണ്ടപ്പോൾ നമ്മളൊന്ന് ഹാപ്പി ആയിട്ട്. കാരണം കുറേ നേരം ഇങ്ങനെ കുഴഞ്ഞു പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കാൻ വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ റൂമിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അവർ കളിക്കുമ്പോൾ ഇവിടെ കിടന്ന് കരയുക, വേണ്ട കളിക്കണ്ട, ഇവന് വയ്യാന്ന് വിചാരിച്ചിട്ട് അവർക്ക് കളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ കിടന്നിട്ട് അവരോട് കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ അകത്ത് കിടന്ന് വാശി പിടിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം അതേ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോണത്. അവന് വയറ് അമർത്തുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്നാണ് ഇപ്പം എന്നോട് പറയുന്നത്. ഞാൻ ചോദിച്ചു, ഉണ്ണി തൊണ്ട വേനിക്കുണ്ടോ തല വേനിക്കുണ്ടോ എന്താ തോന്നുന്നതെന്ന് അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് വയറ് അമർത്തുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്ന്. സംഭവം കഫക്കെട്ടിൻ്റെ തോന്നുന്നു കേട്ടോ. അതിനതേ നമ്മൾ വേഗം നമ്മുടെ ഡോക്ടറെ കാണാൻ പോവാണ്. തൊപ്പിക്കുപ്പായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക്. അവ ഇങ്ങനെ കണ്ണൂർട്ടി നോക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് എന്താണെന്ന് അറിയാം മെയിനായിട്ട് ചോദിക്കണത്, അമ്മ ഇഞ്ചക്ഷൻ വെക്കുമോ ഈ ഒരു കാര്യമായിട്ട് എപ്പോഴും ചോദിക്കുള്ളൂ. സംഭവം എന്താണെന്ന് അറിയാം, ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയും മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മരുന്ന് കഴിച്ചില്ലെങ്കിൽ തേജോ ഡോക്ടർ ഇഞ്ചക്ഷൻ വെക്കൂട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ അവൻ്റെ വിചാരം ഡോക്ടറെ കാണാൻ പോയി അവിടെ ചെന്ന് അവർ ഇഞ്ചക്ഷൻ അവനെ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് മെയിനായിട്ട് ഡോക്ടറെ കാണാൻ പോകാൻ പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഡോക്ടറെ കണ്ട് മരുന്ന് തന്നിട്ട് അത് കഴിച്ചാൽ നമുക്ക് ഇഞ്ചക്ഷനൊന്നും വെക്കില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ പോയി നമ്മുടെ ജിഷ്ണേട്ടൻ്റെയും പാറുവിൻ്റെയും ഒക്കെ വീടിൻ്റെ അധ്യയനമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അവരുടെ വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം എടുത്ത ക്ലിപ്പാട്ടോ അത്. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നതാണ്. ഇതായിട്ട് നമ്മുടെ ജിഷ്ണേട്ടൻ്റെ വീട്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഇതേ ഇവിടെ കൂട്ടുപാത ഈ ഒരു ക്ലിനിക്കിലാട്ടോ കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് സെക്കൻഡ് ടൈമാട്ടോ നമ്മൾ കാട്ടണത്. നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലും കണ്ടോ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുള്ളത്. അത് വിൻഷേട്ടനും ഒക്കെ പനിയായിട്ട് ഇവിടെ വന്നിട്ട് അവിടെ അന്നാണ് നമ്മൾ ലാസ്റ്റ് വന്നേക്കണത് ഇങ്ങോട്ട്. പിന്നെ ഇതേ ഇപ്പോൾ ഒരു 8-9 മാസത്തിന് ശേഷമാണ് ഇതിൻ്റെ പടി നമ്മളിപ്പോൾ ചവിട്ടണത് കേട്ടോ. അങ്ങനെ ഇത് ഇവിടെ ചെന്നപ്പോൾ ഇവന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അമ്മയ്ക്ക് വയറമർത്തുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അവിടെ ചെന്ന് അവൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോക്കി വെയിറ്റും എല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇരുത്തിയേക്കണത്. ഇപ്പം നല്ല കുട്ടിയാട്ടെ. ഇപ്പം ആദ്യമൊക്കെ ഇതിനൊക്കെ ഇരുത്തുമ്പോൾ ഭയങ്കരമായിട്ട് കരയും വാശി പിടിക്കുകയൊക്കെ ഉണ്ട്. ഇപ്പോൾ വലിയ കുട്ടിയായതുകൊണ്ട് അതിൻ്റെതായ ചേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, കക്ഷത്ത് വെച്ചപ്പോൾ തണുത്തു എന്തൊക്കെയോ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പരിഭവങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഫ്രൂട്ട്സ് തന്നു. അവരവിടെ നോമ്പ് തുറന്നിട്ടുള്ള ദിവസമായിരുന്നു തോന്നുന്നു കേട്ടൊന്ന്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂസമ്പി ആയിരുന്നു. അപ്പോൾ അവൻ മൂസമ്പി എടുത്തു, ഒരു തണ്ണിമത്തനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞാനല്ല, അവൻ കഴിച്ചു കേട്ടാ. പിന്നെ ഞങ്ങൾ ഡോക്ടറേനെ കണ്ടു, മെഡിസിനും കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങി. വിൻഷേട്ട് ഇതേ മരുന്ന് വാങ്ങാൻ നിൽക്കുക കേട്ടോ അവിടെ. അപ്പോൾ ഞാനും തേജും കൂടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിന് ശേഷം എനിക്ക് വലിയ കാര്യമായിട്ട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇവിടുന്ന് ഇറങ്ങി വീട് എത്തനോട് കൂടിയിട്ട് എനിക്ക് വീണ്ടും എൻ്റെ പോയ വയ്യായികളൊക്കെ തിരിച്ച് വന്ന പോലെ. കാരണം വണ്ടിയിൽ ഇങ്ങനെ കാറ്റടിച്ച് വീടെത്തുമ്പോഴേക്കും എൻ്റെ കൺട്രോൾ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയത്. എനിക്ക് തോന്നിച്ചിട്ട് അതിനെയും കൂടിയും കാട്ടാടുന്നു തോന്നി. കാരണം എനിക്ക് മൊത്തത്തിൽ വീണ്ടും രാവിലത്തെ സെയിം ഫീലിങ്സ്, ഇങ്ങനെ മേല് കുഴയണു, വയ്യായിക തോന്നുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് തീരെ വയ്യാണ്ടാണ് എത്തിയിരിക്കണത്. ഇപ്പം ഞാൻ എന്താ പറയുക, നമ്മൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ പോലും ഞാൻ റെസ്റ്റ് എടുത്തിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയ രീതിക്ക് ഒരു പനി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.